എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. അപ്പോസ്തല പ്രവൃത്തിയുടെ ഓരോ അധ്യായങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളായി. ഈ 12 അപ്പോസ്തലന്മാരും മാളികമുറിയിലിരുന്ന 120 പേരും ലോകരാജ്യങ്ങളെ സ്വാധീനിച്ചത് അതേ സമയത്ത് തന്നെയാണ്. പരിശുദ്ധാത്മാവ് അതേ സമയത്ത് തന്നെ എല്ലാ രാജ്യങ്ങളിലേക്കും ഉണർവിൻ്റെ കാറ്റയച്ചു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ എല്ലാ രാജ്യത്തും പാർക്കുന്ന എല്ലാ ഭാഷയിലും നല്ല ജ്ഞാനമുള്ള യഹൂദന്മാർ പെരുന്നാൾ സമയത്ത് അവധിക്ക് യെരുശലേമിൽ വന്നപ്പോൾ യെരുശലേമിൽ ഒരു വലിയ മുഴക്കം ഈ മാളിക മുറിയിലുണ്ടായപ്പോൾ ഇവരെല്ലാവരും ഓടിക്കൂടി. കർത്താവിൻ്റെ പദ്ധതികൾ എത്ര വലുതാണ്! എല്ലാ ഭാഷക്കാരും ഓടിക്കൂടി. കലങ്ങിയ ഭാഷയാണ് വാസ്തവത്തിൽ ഈ ഭാഷ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും എല്ലാവർക്കും ഒരേ ഭാഷയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആദാമും ഹവ്വയും സംസാരിച്ച ഭാഷ, ദൈവം ആദാമിനോട് ഹവ്വയോടും സംസാരിച്ച ഭാഷ, ആ ഭാഷയിൽ അവർ ഒന്നിച്ചു നിന്നു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറഞ്ഞു കവിയണം. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാനിന് വിരോധമായിട്ടുള്ള ഐക്യത ദൈവം കലക്കാൻ ദൈവം ചെയ്തത് അവരെ ഭയപ്പെടുത്തിയില്ല, അവരെ ആക്രമിച്ചില്ല, ഭൂമി കുലുക്കിയില്ല. പിന്നെ എന്ത് ചെയ്തു? ഭാഷ കലക്കി. പുതിയ ഭാഷകൾ അവിടെ ഉണ്ടായി. ബാബേൽ കോട്ട പണിയുവാൻ ഒരു 10,000 പേരുണ്ടായിരുന്നെന്ന് ഇരിക്കട്ടെ. 10,000 പേരിൽ ഓരോ കുടുംബത്തിനും ഓരോ ഭാഷ വെച്ച് വന്നാൽ എങ്ങനെയുണ്ടാവും? അവർക്ക് തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത നിലയിൽ, അവർക്ക് തമ്മിൽ ആശയ വിനിമയം നടത്താൻ കഴിയാത്ത രീതിയിൽ അവർ പ്രശ്നത്തിലായി. അതുകൊണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ അവരോരോ സ്ഥലങ്ങളിലേക്ക് മാറി. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കൈ. എന്നാൽ പെന്തക്കോസ്ത് നാൾ വരുമ്പോൾ ഈ ചിതറിപ്പോയ എല്ലാ ഭാഷയിൽ നിന്നുള്ളവരും പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ വന്നിരുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം. അന്ന് വന്ന എല്ലാവരും ഈ 3000 പേരിനകത്തുണ്ടായിരുന്നു. അവരന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വീണ്ടും അവര് ആ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി കാണും. അതേ സമയത്ത് തന്നെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഭൂമി മുഴുവനും സുവിശേഷം എത്തിയ ഒരു ചരിത്രമാണ് ഉണ്ടായത്. ഉണർവിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഉണർവടിച്ചു കഴിഞ്ഞാൽ, ഉണർവിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്കപ്പുറമല്ല, അതേ സമയത്ത് തന്നെ ചലനമുണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ ഓരോ സീസണിലും ദൈവം ഓരോരുത്തരെ തൊട്ടു. അതിലൊരുവനാണ് പൗലോസ്. പൗലോസ് ഇപ്പോൾ ജാതികൾക്ക് പ്രകാശമായിട്ട് നിൽക്കുകയാണ്. സുവിശേഷം ഇല്ലാത്തിടത്തേക്ക് താൻ യാത്ര ചെയ്തു. ഒരു വിശ്വാസിയും പോലും ഇല്ലാത്തിടത്ത് താൻ സുവിശേഷം അറിയിച്ചു. സാധാരണ ഇന്ന് കാണുന്ന രീതി, എവിടെയെങ്കിലും ഒരു സുവിശേഷം അറിയിക്കണമെങ്കിൽ അവിടെ ഒരു സുവിശേഷവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആവശ്യമാണ് എല്ലാവർക്കും. എന്നാൽ പൗലോസ് പോയി സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിൽ ഒരു മനുഷ്യനുമില്ലായിരുന്നു. ദൈവിക ബന്ധമുള്ള ആരുമില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട ആരുമില്ലായിരുന്നു. എഫെസോസിൽ ചെന്നപ്പോൾ രക്ഷിക്കപ്പെട്ട 10-12 പേരെ കണ്ടു. ഉടനെ പൗലോസ് അവരോട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ? അല്ല, ഞങ്ങളത് കേട്ടിട്ട് പോലുമില്ല. പിന്നെ അവരെ പരിശുദ്ധാത്മാവിലേക്കും ശരിയായ സ്നാനത്തിലേക്ക് നയിച്ച് അവരെ ശിഷ്യപ്പെടുത്തി അവരിലൂടെ ഒരു ഉണർവിനെ എഫെസോസിൽ കൊണ്ടുവന്ന് ഏഷ്യയിലെ
എല്ലാ ജനങ്ങളിലേക്കും സുവിശേഷത്തിൻ്റെ ശക്തിയെ വ്യാപരിപ്പിക്കുവാൻ പൗലോസിനെ അത്ഭുത ഉപകരണമായിട്ട് കർത്താവ് ഉപയോഗിച്ചു. ഇതാ സമയമായപ്പോൾ യെരുശലേമിൽ വെച്ച് താൻ ബന്ധിക്കപ്പെട്ടു. പോകരുത്, പോകരുത്, യെരുശലേമിലേക്ക് പോകരുത്, നിന്നെ കൊല്ലും, നിന്നെ ബന്ധിക്കും. ഇതൊക്കെ ഒത്തിരി പ്രവാചകന്മാരും സ്നേഹിതരും എല്ലാ പ്രിയപ്പെട്ടവരും വിശ്വാസ സമൂഹം മൊത്തം തന്നോട് പറഞ്ഞിട്ടും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ മാത്രമല്ല മരിക്കാനും ഞാൻ തയ്യാറായി എന്ന വാക്കിൻ്റെ മുമ്പിൽ എല്ലാവരും അവനെ തടയാൻ കഴിയാത്ത നിലയിൽ പിന്മാറിയപ്പോൾ യെരുശലേമിൽ ചെന്ന് ആ ദേവാലയത്തിൽ വെച്ച് തന്നെ ബന്ധിക്കപ്പെട്ട് ഇപ്പോഴിതാ ചങ്ങലയുള്ളവനായി ചില നാളുകളായിട്ട് താൻ പല രാജാക്കന്മാരുടെ നാടുവാഴികളുടെ മുൻപിൽ സുവിശേഷം അറിയിക്കുന്നു. സുവിശേഷത്തിന് ബന്ധനമില്ല. എനിക്കൊരു ചങ്ങലയുണ്ട്, എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ചങ്ങലയില്ല. ഇതാണ് പൗലോസ് പറയുന്നത്. ഇതുപോലെയുള്ളവർ ഈ സീസണിലും കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്, ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കുവാൻ ഇതുപോലെയുള്ള അഭിഷിക്തന്മാർ എഴുന്നേറ്റ് വരണം. അതിനായിട്ട് കർത്താവ് പലരെ ഒരുക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ഇന്ന് ഉണർവിലേക്ക് കത്തിക്കയറിയത് ഇതുപോലെയുള്ള തീവ്രതയുള്ള തന്നെത്താൻ യാഗമാക്കിയ വിശുദ്ധന്മാർ മുഖേനയാണ്. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വരവിന് മുമ്പ്, തൻ്റെ സഭയെ ചേർക്കാൻ വരുന്നതിന് മുമ്പ് അവസാനത്തെ പാപി വരെയും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞ് സ്വർഗം നിറയുവാനും കർത്താവിൻ്റെ ഹിതം പൂർത്തിയാകാനും സ്വർഗം കാത്തിരിക്കുന്നു. ആകയാൽ ഈ സുവിശേഷത്തിൻ്റെ ശക്തിയേറിയ യാത്രയ്ക്ക് വേണ്ടി നമ്മെ ദൈവസന്നിധിയിൽ കൊടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ പൗലോസ് നിൽക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ആരാണ് അഗ്രിപ്പ രാജാവ്? അപ്പോസ്തല പ്രവൃത്തി 26:1 അഗ്രിപ്പാവ് പൗലോസിനോട് നിന്റെ കാര്യം പറയുവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് അഗ്രിപ്പ? ഹേരോദ രാജാവിൻ്റെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഹേരോദ എന്ന പദവിയുള്ള പല രാജാക്കന്മാരും ആ കാലത്ത് ഒന്നിനു പുറകെ ഒന്നായി വന്നു. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു രാജാവാണ് അഗ്രിപ്പ രാജാവ്. എന്നാൽ ഈ ഹേരോദ കുടുംബമെന്ന് പറയുന്നത് സ്നാപയോനാനും യേശു കർത്താവിനും അതുപോലെ അപ്പോസ്തലന്മാർക്കെല്ലാം ദ്രോഹം ചെയ്ത ഫാമിലിയാണ്. സ്നാപയോനാന്റെ തലയറുത്തതും യേശു കുഞ്ഞിനെ കിട്ടാത്തത് കൊണ്ട് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം ദേഷ്യം കൊണ്ട് കൊന്നുകളഞ്ഞതും, പിന്നത്തേതിൽ പത്രോസിനെ പിടിച്ചതും ദൂതനടിച്ച് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടതും, ഇതൊക്കെ ഓരോരോ രാജാക്കന്മാരായിരുന്നു. ഈ രാജാക്കന്മാരുടെ ഒരു പിന്തുടർച്ചയായി വന്ന ഒരാളാണ് അഗ്രിപ്പാവ്. അഗ്രിപ്പ എന്ന രാജാവ്, അവൻ്റെ മേലൊരു സുവിശേഷത്തിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടായി. അവൻ എപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവനും ദൈവരാജ്യത്തോട് അടുത്തവനുമായിരുന്നു. ഏത് ഫാമിലിയിൽപ്പെട്ടതാണെങ്കിലും, എത്ര ദുഷ്ടതരം ചെയ്ത കുടുംബമാണെങ്കിലും അടുത്ത തലമുറയിലേക്ക് ശാപമാണ് വരേണ്ടത്, പകരം ദൈവത്തോടടുക്കുന്ന ഒരു തലമുറ അതിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അതാണ് അഗ്രിപ്പ. അഗ്രിപ്പ രാജാവിന് പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹമുണ്ടായി എന്നൊക്കെ നമ്മൾ കാണുന്നു. അങ്ങനെ അഗ്രിപ്പ രാജാവ് സുവിശേഷം കേൾക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അഗ്രിപ്പ രാജാവിനോട് പൗലോസ് പറയുന്നുണ്ട് നടന്ന സാക്ഷ്യം.
13-ാം വാക്യം, രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്തവരെ ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് സംസാരിക്കുന്നത് കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ. എങ്കിലും നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. നീ എന്നെ ഉപദ്രവിച്ചവനാണ്, നീ സഭയെ ഉപദ്രവിച്ചവനാണ്. എന്നാൽ നിന്നെ സഭയുടെ ഒരു വലിയ ശുശ്രൂഷകനാക്കാൻ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. ദൈവസഭയെ ഉപദ്രവിച്ച, ദൈവസഭയ്ക്ക് ദോഷം ചെയ്ത എല്ലാവരോടും കർത്താവിന് പകയൊന്നുമില്ല. അവരിതെല്ലാം ചെയ്യുമ്പോഴും കർത്താവ് മിണ്ടാതിരിക്കുന്നത് ഒരു സീസൺ കഴിഞ്ഞാൽ ഇവരെല്ലാം കർത്താവിന് വേണ്ടി വളരെയധികം ശോഭിക്കാൻ കൂടിയുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെയും നിങ്ങളുടെ ആത്മീക കാര്യങ്ങൾക്കെതിരെയും എതിർത്ത് നിൽക്കുന്നവർ തന്നെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലികളും നിങ്ങൾക്ക് കൈത്താങ്ങൽ തരുന്നവരും നിങ്ങളെക്കാൾ നന്നായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരും ആകാൻ ഉള്ളവർ തന്നെയാണെന്ന് മനസ്സിലാക്കി വേണം നാം ഇങ്ങനെയുള്ളവരോട് പെരുമാറാൻ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുൻപിൽ നിങ്ങൾ നല്ല നടപ്പ് ആചരിക്കണമെന്ന്. അങ്ങനെ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട് സുവിശേഷം കൂടാതെ ഭർത്താക്കന്മാർ സഭയിൽ വരും. അതിൻ്റെ അർത്ഥം, ഭാര്യമാരെ, നിങ്ങളുടെ നല്ല നടപ്പാണ് ഭർത്താക്കന്മാരുടെ മുൻപിലെ സുവിശേഷം. നിങ്ങൾ വായിച്ചതും നിങ്ങൾ പ്രാപിച്ചതുമായ ഈ അഭിഷേകവും കൃപയും അത് നല്ല നടപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ എല്ലാ എതിർപ്പുകളും നിങ്ങൾക്ക് അനുകൂലമായി തിരിയുന്നൊരു സമയം വരും. ഇതാ ആ കാലത്തുള്ള വിശുദ്ധിയുള്ള, ദൈവകൃപയുള്ള, ആത്മനിറവുള്ള, ദൈവഭക്തിയുള്ള ദൈവസഭ, ആ ദൈവസഭ നല്ല നടപ്പിലായിരുന്നതുകൊണ്ട് ആ സീസണിൽ ഇതാ നല്ല ദൈവപ്രവൃത്തിയുടെ ഉപകരണങ്ങളായി ചിലർ എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ എല്ലാം കാണുന്നത്. പൗലോസ് അവിടെ പറഞ്ഞു, നിന്നെ വലിയൊരു സാക്ഷിയാകാനായിട്ട് കർത്താവ് കണ്ടതാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, വലിയ സാക്ഷിയാകാൻ ഏറ്റവും ഉപദ്രവിക്കുന്ന, ഏറ്റവും വെറുക്കുന്ന, ഏറ്റവും പ്രതികൂലത്തിലായിരിക്കുന്ന വ്യക്തികൾ തന്നെ നാളെ നമ്മേക്കാൾ അധികം കർത്താവിന് വേണ്ടി ശോഭിക്കാനുള്ളതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇന്നത്തെ നിങ്ങളുടെ വിഷയമില്ലേ, ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നാളെ നിങ്ങൾക്കൊരു അനുഗ്രഹമാകാനുള്ളത്. പെട്ടെന്നായിരിക്കും കർത്താവ് ഈ കാര്യങ്ങളൊക്കെ തിരിക്കുന്നത്. രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് പോലെ ഇരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. പഴയ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഈ വാഴത്തോപ്പിലും തെങ്ങും തോപ്പിലൊക്കെ ഈ വെള്ളം കയറ്റുന്ന ഒരു സമയമുണ്ട്. കുളത്തിൽ നിന്ന് മോട്ടർ അടിക്കും. ആ മോട്ടറിലെ വെള്ളം ഒരു ചെറിയൊരു കുഞ്ഞ് തോടുണ്ടാക്കും, തൂമ്പ കൊണ്ട്. ആ തോട് വഴി ഓരോ തെങ്ങിൻ്റെ തടത്തിലേക്കും ഒന്ന് വലിച്ചാൽ മതി, ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്താൽ ആ തെങ്ങിലേക്ക് വരും. അത് കഴിഞ്ഞാൽ അത് അടക്കും, അടുത്ത ഭാഗത്തേക്ക് തിരിച്ചുവിടും. അങ്ങനെ ഞങ്ങളുടെ എല്ലാം പറമ്പുകളിൽ വെള്ളത്തെ തിരിച്ചുവിടുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ ദൈവമാണ് തീരുമാനിക്കുന്നത് ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും ഈ നദിയെ തിരിക്കാൻ കഴിയും. ദൈവത്തിന് സകലതും സാധ്യമാണ്. രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും എന്ന് പത്രോസും ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് കർത്താവ് പറയാനായിട്ട് ഇടയായി. ഇതുപോലെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇന്ന് എതിർത്ത് നിൽക്കുന്ന, ഇന്ന് ഭീകര രൂപത്തിലിരിക്കുന്ന, ഇന്ന് ഒരിക്കലും നന്നാകില്ലെന്ന് പറയുന്നത് നമ്മേക്കാൾ നന്നാവുകയും നമ്മേക്കാൾ അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും കർത്താവിലേക്ക്
തിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് കേട്ട ദൈവവചനം പോലെ ഇന്നത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ സാധ്യമല്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ തിരിക്കുവാൻ അങ്ങേക്ക് കഴിയും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ കുടുംബങ്ങൾ മുഴുവനും ഈ ദൈവകൃപയിലേക്ക് വരുന്നത് കാണാൻ, ഒരു ദേശത്തെ അവരുടെ സഭയ്ക്ക് വിരോധമായി നിൽക്കുന്നവർ പോലും ദൈവകൃപയിലേക്ക് വരുന്നത് കാണാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ, ഒരു ഉണർവുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ചലിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. അഗ്രിപ്പാവിനെ പോലും തൊട്ട കർത്താവ്, ശൗലിനെ പൗലോസാക്കിയ കർത്താവ് നമ്മുടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവിൽ ആശ്രയിക്കാം. ഇന്ന് വ്യാഴാഴ്ച രാവിലെ 10:30 സമയത്ത് സഭയിൽ വെച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു. We give you all